നമസ്കാരം, റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഈ സീസൺ IPL ആദ്യത്തെ ഡബിൾ ഹെഡർ ഡേ ആണല്ലോ. ആദ്യ കളി മുംബൈ ഇന്ത്യൻസും DCയും തമ്മിൽ 3:30 രണ്ടാമത്തെ കളി രാത്രി 7:30 അഹമ്മദാബാദിൽ വെച്ചിട്ട് GTയും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ തകർപ്പൻ വിജയമാണ് അവർ നേടിയത്. CSK വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിരുന്നു. GT ആവട്ടെ PBKസിനോട് വിജയിച്ചില്ല. ഒരു ഘട്ടത്തിൽ കളി പിടിക്കുമെന്ന് തോന്നിച്ചൊരു ഫൈറ്റൊക്കെ കൊടുത്തു, പക്ഷേ വിജയിക്കാൻ പറ്റിയില്ല. ഇന്ന് അവർക്ക് വിജയിക്കണം. രാജസ്ഥാനാണെങ്കിൽ അവരുടെ വിജയത്തേരോട്ടം തുടരുകയും ചെയ്യണം. അതുകൊണ്ട് അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ നിന്ന് തീ പറക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇവിടെ GTയുടെ ടീം നമ്മളെടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ കളിയിൽ അവർക്ക് മികച്ച രൂപത്തിൽ അവരുടെ ഇന്നിങ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രൂപത്തിലൊരു സ്കോർ വന്നില്ല. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ പ്രസിദ്ധ കൃഷ്ണ വിക്കറ്റുകൾ എടുത്ത് വിറപ്പിച്ചു PBKസിനെ. പക്ഷേ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ ബൗളിങ്ങിലും കഴിഞ്ഞില്ല. റബാദക്ക് ആ മികവ് കാണിക്കാൻ പറ്റിയില്ല. ഈ രണ്ട് പ്രശ്നങ്ങൾ കൂടി ഒറ്റ സൊല്യൂഷൻ വേണമെങ്കിൽ GTക്ക് കാണാം. മറ്റൊന്നുമല്ല, ജെയ്സൺ ഹോൾഡർ ഇറക്കുക. ജെയ്സൺ ഹോൾഡർ ആകുമ്പോൾ ബാറ്റ് കൊണ്ട് ലോവർ ഓർഡറിൽ അഞ്ഞടിക്കാനും പറ്റും, പന്ത് കൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. സോ അത്തരമൊരു മാറ്റത്തിനുള്ള സാധ്യത ഒഴികെ മറ്റു മാറ്റങ്ങളൊന്നും ഇന്ന് GTയുടെ 11-ൽ, ഇപ്പോൾ 11 അല്ല 12-ൽ നമുക്ക് പ്രതീക്ഷിക്കാനില്ല. ഇപ്പോൾ GTയുടെ ഒരു പ്രോബബിൾ 12 നോക്കിയാൽ ശുഭ്മൻ ഗില്ലും സായ് സുദർശനും ചേർന്ന് ഓപ്പൺ ചെയ്താൽ ജോസ് ബട്ട്ലർ പിന്നാലെ വരും. ജോസ് ബട്ട്ലർ ഒരല്പം ഫോം ഔട്ടാണ്. കഴിഞ്ഞ കളിയിൽ 30 റൺസ് അടിച്ചെങ്കിലും സാധാരണ നമ്മൾ കാണുന്ന ജോസേട്ടൻ്റെ ഒരു ഫ്ലോ ആ ഇന്നിങ്സിനുണ്ടായിരുന്നില്ല. ഇന്ന് അദ്ദേഹം ക്ലിക്കാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. ദെൻ വാഷിംഗ്ടൺ സുന്ദർ, ഗ്ലെൻ ഫിലിപ്സ്, ഷാരുഖ് ഖാൻ, രാഹുൽ തെവാറ്റിയ, റാഷിദ് ഖാൻ, കാഗിസോ റബാദയോ അല്ലെങ്കിൽ ജെയ്സൺ ഹോൾഡറോ നമ്പർ 9 പ്രതീക്ഷിക്കണം. ദെൻ പ്രസിദ്ധ കൃഷ്ണ, മുഹമ്മദ് സിറാജ്, അവരുടെ ഇമ്പാക്റ്റ് സബ് റോളിലൊക്കെ അശോക് ശർമ്മ വരാനുള്ള സാധ്യതയുണ്ട്. മറുഭാഗത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കളിയിൽ CSKക്കെതിരെ മികച്ച വിജയമാണല്ലോ അവർ നേടിയത്. ആ ടീമിൽ നിന്നൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ കളിയിൽ അവർ 3 വിദേശ താരങ്ങളെ വെച്ചാൽ കളിച്ചത്. ഇമ്പാക്റ്റ് സബായിട്ട് ഡൊണോവൻ ഫെറീറയെ ഇറക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ കളിയിൽ അതിൻ്റെ ആവശ്യം വന്നില്ല. ഇവിടെ അത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സോ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണെങ്കിൽ ഡൊണോവൻ ഫെരീര ഈസ് എ ലൈക്ലി ഓപ്ഷൻ, സംശയമില്ല. രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രോബബിൾ 12-ലേക്ക് നമ്മൾ പോയാൽ വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്യും. സൂര്യവംശി വല്ലാത്തൊരു ഫോമിലാണ്, വല്ലാത്തൊരു മികവിലാണ് കുട്ടിത്താരം. ബേബി മോൺസ്റ്റർ, അതാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, ബേബി മോൺസ്റ്റർ. ആ ബേബി മോൺസ്റ്റർ ഇന്ന് GTക്ക് പണി കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ബേബി മോൺസ്റ്ററും വൈഭവ് സൂര്യവംശിയും ചേർന്ന് ഓപ്പൺ ചെയ്താൽ നമ്പർ 3 ധ്രുവ് ജുറൽ, പിന്നാലെ റിയാൻ പരാഗ്, പിന്നെ ഷിംറോൺ ഹെറ്റ്മയർ, ഡൊണോവൻ ഫെറീര, രവീന്ദ്ര ജഡേജ. വാവ് മികച്ച ലൈനപ്പുണ്ട്. ദെൻ ജോഫ്രെ ആർച്ചർ, ബാറ്റ് കൊണ്ട് അദ്ദേഹത്തിനും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നാന്ദ്രെ ബർഗർ, സന്ദീപ് ശർമ്മ, രവി ബിഷ്ണോയ് ഇമ്പാക്റ്റ് സബ് റോളിൽ ബ്രിജേഷ് ശർമ്മയും പ്രതീക്ഷിക്കണം. ഇതാണ് അവരുടെ ഒരു പ്രോബബിൾ 12 എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സ്കോറിങ് പിച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിന് അഡ്വാൻറ്റേജും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ പിച്ച് നമ്പർ 7 കളി നടക്കുന്നത്. 2024 തുടക്കം മുതൽ 6 T20 മത്സരങ്ങൾ അവിടെ നടന്നതിൽ 4 ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ഈ മത്സരങ്ങളിൽ 207 റൺസായിരുന്നു. അതുകൊണ്ട് തന്നെ റണ്ണ് നന്നായിട്ട് ഒഴുകാൻ സാധ്യതയുണ്ട്. മിഡിൽ ഓവറുകളുടെ റൺ റേറ്റ് 9.87 എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതായത് നല്ല രൂപത്തിലുള്ള ഒരു റണ്ണ് വരും എന്ന് തന്നെ വേണം കരുതാൻ. വെതർ വളരെ ക്ലിയറാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഒരു 27 ഡിഗ്രി സെൽഷ്യസ്, അറൗണ്ട് 27 ഡിഗ്രി സെൽഷ്യസിൽ പ്രതീക്ഷിക്കുന്നു. മഴയുടെ ആശങ്കകളില്ല. അപ്പോൾ നല്ലൊരു പോരാട്ടത്തിനുള്ള എല്ലാ അരങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.